ഹലോ എവ്രിവൺ. മാക്രോൺസ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു ചോക്ലേറ്റ് മാക്രോൺസ് ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയാലോ? അതിനായിട്ട് ആൽമണ്ട് ഫ്ലോർ, എഗ് വൈറ്റ്, കൊക്കോ പൗഡർ, ഐസിങ് ഷുഗർ ആൻഡ് കാസ്റ്റർ ഷുഗർ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ഐസിങ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. ഐസിങ് ഷുഗർ നമ്മൾ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ കട്ടകൾ നീക്കി മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ആൽമണ്ട് ഫ്ലോറും കൊക്കോ പൗഡറും കൂടി അരിച്ചെടുക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്രോണേജ് എന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ തരികളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് ആൽമണ്ട് ഫ്ലോറും കൊക്കോ പൗഡറും കൂടി ഒരുമിച്ച് ഇട്ടിട്ട് നമ്മൾ സിഫ്റ്റ് ചെയ്തെടുക്കും. ഈ ഐസിങ് ഷുഗറിലേക്ക് തന്നെയാണ് നമ്മളിത് സിഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ബാക്കി വരുന്ന കട്ടകൾ നമുക്ക് മാറ്റിക്കളയാം. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായി മിക്സ് ചെയ്ത് ഫുള്ളി യോജിപ്പിക്കണം. എന്നാലേ നമുക്ക് മാക്രോണേജ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ബൗളിൽ നമുക്ക് എഗ് വൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എഗ് വൈറ്റ്സ് ബീറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ലോ സ്പീഡിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പയ്യാണ് സ്പീഡ് കൂട്ടി വരിക. എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കാസ്റ്റർ ഷുഗർ ഒരുമിച്ച് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. പാർട്ട് ബൈ പാർട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. എഗ് വൈറ്റ് നന്നായി ബീറ്റായി സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. വൺസ് സ്റ്റിഫ് പീക്ക് ആയതിനു ശേഷം നമ്മൾ പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. പയ്യെ സ്പീഡ് കൂട്ടി നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കഴിഞ്ഞ് നമുക്ക് നല്ല സ്റ്റിഫ് പീക്സ് പെട്ടെന്ന് ആവും. അപ്പോൾ സ്റ്റിഫ് പീക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അപ്പം സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് ആവാനും റണ്ണി ആവാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനിയുള്ള പ്രോസസ്സിനാണ് നമ്മൾ മാക്രോണേജ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ 3 പാർട്സായിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൽമണ്ട് ഫ്ലോർ, ഐസിങ് ഷുഗർ ആൻഡ് കൊക്കോ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കും. ഒന്ന് ചെറുതായി യോജിപ്പിച്ചാൽ മതി. നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുക്കണ്ട. ഫസ്റ്റ് പാർട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പാർട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പാർട്ട് ആഡ് ചെയ്യും. ഇത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മാക്രോൺസ് പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഇത് ഇത്തിരി ലോങ് പ്രോസസ്സാണ്. എന്നാലും നമുക്ക് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യവുമാണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ ആയിട്ട് ചെയ്യാനും പാടില്ല, അണ്ടറായിട്ട് ചെയ്യാനും പാടില്ല. ഇതിനൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു 8 എന്നൊരു കൺസിസ്റ്റൻസിയാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ റിബൺ പോലെ 8 എഴുതാൻ പറ്റണം. അല്ലെങ്കിൽ റിബണായിട്ട് തന്നെ ഒഴുകി ചാടാൻ പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടണം. ഇങ്ങനെയാണ് പറയുക. ഇതുപോലെ ഇരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്തോറും ഇത് നല്ല സ്മൂത്തായിട്ടൊരു ടെക്സ്ചറായിരിക്കും വരുന്നത്. ഇനി നമ്മൾക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനൊരു സിൽക്കൺ ഷീറ്റിലാണ് പൈപ്പ് ചെയ്യുന്നത്. പാർച്ച്മെൻറ്റ് പേപ്പറും യൂസ് ചെയ്യാം. സിൽക്കൺ ഷീറ്റിൽ ഞാനൊരു മിനി കുട്ടി മാക്രോൺസ് ആണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാനും നമുക്ക് ഒത്തിരി വേസ്റ്റ് ആക്കാതെയും ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു മാക്രോൺസ് ഉണ്ടാക്കുന്നത്. ഇത് ഫുള്ളായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കണം.
ഫുള്ളി പൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ ടോപ്പിൽ വെച്ച് നന്നായി ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസ് കളയണം. അത് കഴിഞ്ഞ് നമ്മൾ 1 hour ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു സ്കിൻ ഇതിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്നവരെ റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം 180 ഡിഗ്രിയിൽ OTGയിൽ വെച്ച് ബേക്ക് ചെയ്യാൻ. ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാക്രോൺസ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു മാക്രോൺസ് ആണ്. ഇവിടെ ഞാനിപ്പോൾ ഗനാഷാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും കൊടുക്കാം. സ്ട്രോബെറി കൊടുക്കാം, കാരമൽ കൊടുക്കാം, പീനട്ട് ബട്ടർ കൊടുക്കാം, അങ്ങനെ എന്ത് ഫില്ലിങ്ങും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല ബൈറ്റബിൾ ആയിട്ടുള്ള മിനി സൈസ് ക്യൂട്ട് മാക്രോൺസ് ആണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സിനായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.